അപ്പോൾ നമ്മളിനി മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻ 3 phase AC സർക്യൂട്ടാണ് പഠിക്കുന്നത്. 3 മെത്തേഡ് ഉണ്ട്. 3 watt meter മെത്തേഡ്, 1 watt meter മെത്തേഡ്, 2 watt meter മെത്തേഡ്. 3 watt meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് വാട്ട് മീറ്റർ റീഡ്സ് ദ പവർ ഇൻ ഇറ്റ്സ് ഓൺ ഫേസ്. സോ 3 വാട്ട് മീറ്റർ ഉണ്ടെങ്കിൽ W = W1 + W2 + W3 എന്നതാണ് ടോട്ടൽ പവർ. 4 വയർ സിസ്റ്റമാണ്. W1 = V1 I1, W2 = V2 I2, W3 = V3 I3. ഒരു RYB കണക്ഷൻ കൊടുത്ത് ന്യൂട്രൽ വയറും കൊടുത്ത് ന്യൂട്രൽ വയറിലേക്ക് എല്ലാ വാട്ട് മീറ്ററിൻ്റെയും ഒരു ലൈൻ പോകുന്നുണ്ട്. അങ്ങനെയാണ് 3 watt meter മെത്തേഡിൻ്റെ കണക്ഷൻ. 1 watt meter മെത്തേഡ് എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് ലോഡിൽ മാത്രമാണ് 1 watt meter മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്വിച്ച് 1-ലെയാണ് പൊസിഷൻ എങ്കിൽ P1 = V13 I1 cos 30 - 5. സ്വിച്ച് 2-ലാണെങ്കിൽ P2 = V12 I1 cos 30 + 5. അത് അവസാനം നമ്മൾ വരുമ്പോൾ P = 3 VI cos 5 എന്നാണ് 1 watt meter മെത്തേഡിൻ്റെ പവർ എന്ന് പറയുന്നത്. ഫേസ് വോൾട്ടേജ് = √3 × VL, അതാണ് ഫേസ് വോൾട്ടേജ്. 2 watt meter മെത്തേഡിൽ പറയുവാണെങ്കിൽ 2 watt meter ആണുള്ളത്. അതിൽ 3 phase 3 wire സ്റ്റാർ ഡെൽറ്റ കണക്റ്റഡ് ലോഡാണ്. ബാലൻസ് ആവാം, അൺബാലൻസ്ഡിനും ഉപയോഗിക്കാം. ആറിലും വൈയിലുമാണ് നമ്മൾ വാട്ട് മീറ്റർ കൊടുക്കുന്നത്. എന്നിട്ട് 2 കണക്ഷനും Bയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ലൈൻ W1 = VRB, W2 = I/, നമ്മളിതിൻ്റെ കണക്ഷൻ വന്നു കഴിയുമ്പോൾ സം ഓഫ് ദ 2 watt meter റീഡിംഗ് വിൽ ബി W1 + W2 = P എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് പവർ ഫാക്ടർ വാട്ട് മീറ്ററിൽ W1 + P എന്ന് പറഞ്ഞാൽ √3 VL I cos 5 ആണ്. അത് യൂണിവേഴ്സലാണ്. അത് W1 + W2 = √3 VL IL cos 5 എന്ന് എഴുതി. അത് കഴിഞ്ഞ് നമ്മൾ W1 - W2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. W1 എന്ന് പറഞ്ഞാൽ VL cos 30 - 5, W2 എന്ന് പറഞ്ഞാൽ cos 30 VL IL cos 30 + 5. രണ്ടും കൂടെ ഡിവൈഡ് ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയ W1 - W2 ഡിവൈഡഡ് ബൈ W1 + W2 ചെയ്യുമ്പോൾ tan phi √3 എന്ന് കിട്ടും. അതായത് tan phi = √3 × W1 - W2 ഡിവൈഡഡ് ബൈ W1 + W2 എന്ന് കിട്ടും. അതൊന്നും പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos 5 ആണല്ലോ. അപ്പോൾ ഇത് tan phiയിൽ നിന്നും 5 എടുത്തു കഴിഞ്ഞാൽ cos 5 = cos × tan inverse √3 W1 - W2 ഡിവൈഡഡ് ബൈ W1 + W2 എന്ന് വരും. എഫക്റ്റ് ഓഫ് പവർ ഓൺ ദ റീഡിംഗ് ഓഫ് വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ, അതായത് cos 5 1 ആണെങ്കിൽ 5 0 ആണ്. സോ W1 = W2 എന്ന് വരും. cos 5 1/2 ആണെങ്കിൽ 5 60 ഡിഗ്രി ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1 watt meter reads 0 and other reads total power. W2 0 ആയിട്ടും വരും, W1 അതിൻ്റെ ടോട്ടൽ പവർ ആയിട്ടും വരും. cos 5 0 ആണ്, 5 90 ഡിഗ്രി ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ W1 = -W2 എന്ന് വരും. ഇത്രയാണ് ഫസ്റ്റ് വാട്ട് മീറ്ററിൻ്റെ 3 മെത്തേഡ്സിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലോ പവർ ഫാക്ടർ വാട്ട് മീറ്റർ മെത്തേഡ്. ലോ പവർ ഫാക്ടർ വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡിനറി ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ഒരു മെഷർമെൻറ്റ് ഓഫ് പവറിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലോ പവർ ഫാക്ടർ സർക്യൂട്ടാണ്. അതായത് 0.5-നേക്കാളും cos 5 0.5-നേക്കാളും താഴെയാണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് വളരെ ഡിഫിക്കൽട്ടായിരിക്കും, ആക്യുറേറ്റീവ് ആയിരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ TD എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എക്സേർട്ടഡ് ഓൺ ദ മൂവിങ് സിസ്റ്റം വിൽ ബി സ്മോൾ. TD സ്മോൾ ആയിരിക്കും. അതായത് TD നമ്മൾ നേരത്തെ പഠിച്ചതാണ്, VI × RT cos 5 × DM/dθ എന്നുള്ളത് സ്മോൾ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ എറേഴ്സ് ഡ്യൂ ടു പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് വിച്ച് ഈസ് ലാർജർ അറ്റ് ലോവർ പവർ ഫാക്ടർ മെത്തേഡ്. പവർ ഫാക്ടർ എറേഴ്സ് ഇൻട്രൊഡ്യൂസ് ഡ്യൂ ടു പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് ഒരു കാരണമാണ്. അതുകൊണ്ട് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഈ ലോവർ പവർ ഫാക്ടർ വാട്ട് മീറ്ററിന് അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മളിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഫസ്റ്റ് പ്രഷർ കോയിൽ കറണ്ട് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് സോ ദാറ്റ് ദ കറണ്ട് ത്രൂ പ്രഷർ കോയിൽ ഈസ് ഇൻക്രീസ് ടു പ്രൊവൈഡ് ആൻ ഇൻക്രീസ്ഡ് ഓപ്പറേറ്റിംഗ് ടോർക്ക്. പ്രഷർ കോയിൽ സർക്യൂട്ട്
ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസിൽ ഡിസൈൻ ചെയ്യും. അതുകൊണ്ട് പ്രഷർ കോയിലൂടെ വരുന്ന കറൻറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഓപ്പറേറ്റിംഗ് ടോർക്കും ഇൻക്രീസ് ചെയ്യും. കോമ്പൻസേഷൻ ഓഫ് പ്രഷർ കോയിൽ കറൻറ്റ്. ലോവർ പവർ ഫാക്ടറിൻ്റെ രീതിയിൽ പവർ സ്മോളാണ്, കറൻറ്റ് ഹൈ ആണ്. അപ്പോൾ രണ്ട് പോസിബിൾ കണക്ഷനാണ് പ്രഷർ കോയിലിൽ വരുന്നത്. ഒന്ന്, കണക്ഷൻ കനോട്ട് ബി യൂസ്ഡ് സിൻസ് ഓവിങ് ടു ദ ഹൈ ലോഡ് കറണ്ട് ദർ വുഡ് ബി എ ഹൈ പവർ ലോസ് ഇൻ ദ കറണ്ട് കോയിൽ ആൻഡ് ഹെൻസ് വാട്ട് മീറ്റർ റീഡിംഗ് വുഡ് ബി വിത്ത് എ ലാർജ് എറർ. കണക്ഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ ലോഡ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഹൈ പവർ ലോസ് വരും കറണ്ട് കോയിലിൽ. അങ്ങനെ വാട്ട് മീറ്റർ റീഡിങ് വലിയൊരു ലാർജ് എറർ ഉണ്ടാകും. അല്ലാതെ ആണെങ്കിൽ പവർ ലോസ് ഇൻ ദ പ്രഷർ കോയിൽ സർക്യൂട്ട് ഈസ് ഓൾസോ ഇൻക്ലൂഡ് ഇൻ ദ മീറ്റർ റീഡിംഗ്. അതാണ് സംഭവിക്കുന്നത്. Thus it is necessary to compensate for pressure coil. കോമ്പൻസേഷൻ അതുകൊണ്ട് തന്നെ ആവശ്യമാണ്. എറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോമ്പൻസേഷൻ കോയിൽ നമ്മൾ യൂസ് ചെയ്യും. For reducing error, we use compensation coil in the circuit. The compensation coil compensates the error in the circuit which induces because of low power factor. Compensating coil compensates the error in the circuit which induces because of low power factor method. നേരത്തെയുള്ള നമ്മുടെ ഇക്വേഷൻ തന്നെയാണ്. ഒരു കറണ്ട് കോയിലിൻ്റെ കൂടെ ഒരു കോമ്പൻസേറ്റിംഗ് കോയിൽ അവിടെ ഒരു ഡാഷ് ഇട്ട് വന്നേക്കുന്നതാണ്. അത് വരും കറണ്ട് കോയിൽ. അപ്പം I + IP എന്നാവും. കറണ്ട് ഇവിടെ സ്മോൾ ഐ ആയിട്ട് വരും. മറ്റേതെല്ലാം പ്രഷർ കോയിൽ സീരീസ് റെസിസ്റ്റൻസ് വരുന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. This is compensating for power loss in pressure coil circuit. The compensating coil and pressure coil are in series with each other. Compensating coilum pressure coilum series ആയിരിക്കും. The pressure coil current IP flows through it. അതുവഴിയാണ് IP ഫ്ലോ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സപ്ലൈ വോൾട്ടേജിൻ്റെ അവിടെ നിന്ന് കയറുന്നത് I + IP ആണ്. അതിലെ കറണ്ട് കോയിൽ വഴി പോകുമ്പോൾ IP എന്ന് പറയുന്നത് പ്രഷർ കോയിലിലൂടെയാണ് പോകുന്നത്. The pressure field induces in the compensating coil is because of the current IP. ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നത് കോമ്പൻസേറ്റിംഗ് കോയിലിൽ ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം IP കാരണമാണ്. The field of the compensating coil and the current coil opposes each other. കോമ്പൻസേറ്റിംഗ് കോയിലിൻ്റെയും കറണ്ട് കോയിലിൻ്റെയും ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസ് ചെയ്യും. സോ എറർ ന്യൂട്രലൈസ് ആയി പോകും. Compensation for the inductance of pressure coil. Small amount of inductance is present in the pressure coil of wattmeter. This inductance causes the error in the reading. ചെറിയ എമൗണ്ട് ഓഫ് ഇൻഡക്റ്റൻസ് പ്രഷർ കോയിൽ ഓഫ് വാട്ട്മീറ്ററിൽ ഉണ്ട്. ആ ഇൻഡക്റ്റൻസ് എററിന് കാരണമാകും. The capacitor is placed in parallel with the pressure coil resistance. Capacitor eliminates the error. ചെറിയൊരു ഇൻഡക്റ്റൻസ് പ്രഷർ കോയിലിൽ ഉണ്ടാകും. അങ്ങനെ എറർ ഉണ്ടാകും. എറർ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളൊരു കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റർ എററിനെ എലിമിനേറ്റ് ചെയ്യും. കണ്ടോ, എറർ എലിമിനേറ്റ് ചെയ്യും. The compensation caused by the capacitor is slightly affected by the variation in the frequencies. അടുത്തത് സ്മോൾ കൺട്രോൾ ടോർക്ക്. Control torque of low power factor wattmeter is kept small so that full scale deflection is obtained even for a small value of power factor. Controlling torque low power LPF-ൽ സ്മോൾ ആക്കി വെക്കും. So that FSD full scale deflection obtained even for the small value of full scale deflection. ഇപ്പോൾ ചെറിയൊരു ലോ പവർ ഫാക്ടറിൽ പോലും നമുക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത സിംഗിൾ ഫേസ് എനർജി മീറ്ററുമായിട്ട് വരാം.